ഇന്നലെ പറഞ്ഞ ടെസ്റ്റ് കേസ് എഴുതിയായിരുന്നോ? എക്സൽ യൂട്ടിലിറ്റി കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു. ഓക്കെ. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് ഫെയിൽ ആവുന്നില്ലല്ലോടാ ടെസ്റ്റ് കേസ് ഒന്നും? ഇല്ല. ആ ഫംഗ്ഷൻ മാത്രം റൺ ചെയ്യുമ്പോൾ മൊത്തത്തിൽ റൺ ചെയ്യുമ്പോൾ എല്ലാ ടെസ്റ്റ് ഫംഗ്ഷനും റൺ ആവുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെ വരും. എൻ്റെ ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വരും. ഹായ് കൃഷ്ണകുമാർ. ഇന്നലെ തന്ന ടാസ്കിൽ ആ ലോഗ് ഔട്ടിന് എങ്ങനെ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. ഷെയർ ചെയ്യടാ സ്ക്രീന്. കൃഷ്ണകുമാർ ഷെയർ ചെയ്തോളൂ കേട്ടോ. ടെസ്റ്റ് അണ്ടർസ്കോർ ഹോം ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ടെസ്റ്റിൻ്റെ അകത്ത് ഫസ്റ്റ് അതാ ടെസ്റ്റ് ലോഗിനിൽ ഇവിടെ തന്നെ എഴുതരുത്. വാലിഡ് ലോഗിനിൽ തന്നെ എഴുതുകയാണോ ചെയ്ത്? അല്ല, ഇവിടം വരെ റണ്ണായി, ഇത് മാത്രം എനിക്ക് റണ്ണാവുന്നില്ല. അല്ല, ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിനിൽ തന്നെയാണല്ലോ എഴുതിയിരിക്കുന്ന കോഡ്. അതെ, ഞാൻ പറഞ്ഞത് 3 ടെസ്റ്റ് കേസസ് എഴുതാനുണ്ട്. ഇൻവാലിഡ് ലോഗിൻ്റെ 3 ടെസ്റ്റ് കേസസും പിന്നെ കൂടാതെ ഇൻവാലിഡ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 ടെസ്റ്റ് കേസസ് പിന്നെ ടെസ്റ്റ് ഹോം. അതല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ലേടാ അലീന, അഖിലേന്ദു അല്ലേ? ഇതിൽ ആ ടെസ്റ്റ് കേസസ് എവിടെടാ? ഞാൻ ലാസ്റ്റ് വന്നിട്ട് ഒരു വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് യൂസർ നെയിം എന്നൊക്കെ പറഞ്ഞൊരു സെറ്റ് ഓഫ് ഡാറ്റ തന്നില്ലായിരുന്നോ ചാറ്റില്? ചാറ്റ് നോക്കിയില്ലായിരുന്നു. അപ്പൊ ഓക്കെ, ഞാൻ ഡാറ്റ ഒന്നുകൂടെ തരാം. അത് നാളേക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. ഓക്കെ. ഇതില് നമ്മൾ നേരത്തെ ചെയ്ത ഫംഗ്ഷനിൽ ഈ എക്സലിൽ നിന്ന് ഡേറ്റ എടുക്കാനല്ലായിരുന്നോ പറഞ്ഞത്? ബാക്കി ഞാൻ ആ ഡാറ്റ തന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട്. ചാറ്റിലുണ്ട് കൃഷ്ണകുമാർ, ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കും ഇപ്പൊ തന്നെ. ഈ 3 ടെസ്റ്റ് കേസസ് എക്സൽ ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്ന ഫോമാറ്റിൽ വേണം എഴുതാനായിട്ട്. ക്ലിയർ? ഓക്കെ. ഓക്കെ, ഇനി ഹോമിലേക്ക് വരൂ. നമ്മുടെ ലോഗൌട്ടിന്റെ സിനാരിയോയിലേക്ക് വരൂ. സ്ക്രീൻ ഷെയർ ചെയ്യൂ കൃഷ്ണകുമാർ. അതിൽ നമുക്ക് ടെസ്റ്റ് കേസ് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇവിടെയല്ല, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. എല്ലാം കൂടി സിംഗിൾ ഫയൽ എഴുതാനല്ല പറയുന്നത്. റിമൂവ് ഇങ്ങനെ കമന്റ്സ്. ഓക്കെ, അതവിടെ വെച്ചോളൂ. ഇനി അതുപോലെ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ 1.py എന്ന് കൊണ്ടൊന്നും കൊടുക്കരുത് കേട്ടോ.
test_login1.py എന്ന ഫയൽ ഡിലീറ്റ് ചെയ്യൂ. അതെന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്? അല്ല, അത് കഴിഞ്ഞ ക്ലാസ്സിലെ മറ്റേ ഇതായിരുന്നു, വാല്യൂ നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുന്നത്. അത് 2 സെപ്പറേറ്റ് ഫയൽസ് വെക്കരുത്. test_login1.py ഡിലീറ്റ് ചെയ്യൂ കേട്ടോ ഫയല്. ബിക്കോസ് ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുവാണ്, നിങ്ങൾ ഇതായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡെമോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഫർദർ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി test_home.py എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. ഇതേ ഫോർമാറ്റിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ. അതല്ല, ഇപ്പൊ ടെസ്റ്റ് ഹോം ക്രിയേറ്റ് ചെയ്തത് ലോഗ് ഔട്ടിന് വേണ്ടിയിട്ടാണ്. ലോഗിന്റെ 3 ടെസ്റ്റ് കേസസ് ബൈ യുവർ സെൽഫ് എഴുതണം. അത് അവിടെ തന്നെ നിൽക്കട്ടെ. ആ ലോഗ് ഔട്ടിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ test_login ക്ലാസ് നെയിം നോക്കട്ടെ. test_login എടുക്കൂ. ഇവിടെ ടെസ്റ്റ് എക്സിൽ എന്തിനാ പേര് കൊടുത്തിരിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ക്ലാസ് നെയിം മീനിങ് ഫുൾ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇത് എന്തിന് യൂസ് ചെയ്യാൻ ടെസ്റ്റ് ക്ലാസ് ആണ്? എക്സൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിന്. എക്സൽ വെച്ചിട്ട് നമ്മൾ ഏത് സിനാരിയോ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു കോമ്പിനേഷനിൽ അഡ്മിൻ എന്തായിരുന്നു? അഡ്മിൻ എന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്ത സിനാരിയോ ആയിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഇവിടെ നമ്മളവിടെ ടെസ്റ്റ് എക്സൽ ആണോ ടെസ്റ്റ് ലോഗിൻ എന്നാണോ കൊടുക്കേണ്ടത് ക്ലാസിന്റെ പേര്? ടെസ്റ്റ് എക്സൽ ലോഗിൻ എന്ന് കൊടുക്കരുത്. ടെസ്റ്റ് ലോഗിൻ എന്നേ കൊടുക്കാവൂ കൃഷ്ണകുമാർ. ടെസ്റ്റ് എക്സൽ ലോഗിൻ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അവിടെ ടെസ്റ്റ് ഹോമിന് എന്തിനാ എൻറ്റയർ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തത്? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ test_login വരൂ, താഴേക്ക് വരൂ. ഇതിന്റെ അകത്ത് എന്തിനാ ലോഗ് ഔട്ടിന്റെ കോഡ് എഴുതിയിരിക്കുന്നത്? അത് റിമൂവ് ചെയ്യൂ. test_home വരൂ. ഓക്കെ, ഇവിടെ ടെസ്റ്റ് എക്സൽ ആണോ കൊടുക്കേണ്ടത്? ഫംഗ്ഷന്റെ പേരെന്താ ക്ലാസിന്റെ പേരെന്താ കൊടുക്കേണ്ടത്? ടെസ്റ്റ് ലോഗിൻ ആണോ? നമ്മളിവിടെ ഏത് പേജാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സിനാരിയോ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്?
ടെസ്റ്റ് ഹോം എന്ന് പേര് കൊടുത്തോളൂ. നിങ്ങൾ ടെസ്റ്റ് അണ്ടർസ്കോർ ഹോം എന്ന് പേര് കൊടുക്കണം. ടെസ്റ്റ് ഹോം എന്നതിന്റെ പേര് കൊടുത്തോളൂ ഫെമിലിയാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഡെഫ് ടെസ്റ്റ് അണ്ടർസ്കോർ വാലിഡ് ലോഗിൻ ആണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നേ? നമ്മൾ ലോഗിൻ ആണോ ടെസ്റ്റ് ചെയ്യുന്നത്, ലോഗൗട്ട് ആണോ ടെസ്റ്റ് ചെയ്യുന്നേ? അല്ല, ഇത് അകത്ത് കയറിയാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതെ, പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് ലോഗൗട്ട് സിനാരിയോ വർക്ക് ചെയ്യണ്ടോന്നല്ലേ? ഓക്കെ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അത് ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വേർഡ് വെരിഫൈ എന്ന് വെക്കാം. ടെസ്റ്റ് അണ്ടർസ്കോർ വെരിഫൈ ലോഗൗട്ട്. അതൊരു ഫോർമാറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ടെസ്റ്റ് അണ്ടർസ്കോർ വെരിഫൈ ലോഗൗട്ട് എന്നിട്ട് സെറ്റ് ചെയ്യൂ ഫംഗ്ഷന്റെ പേര്. ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിനിലും പേര് മാറ്റി കൊടുക്കൂ. ടെസ്റ്റ് അണ്ടർസ്കോർ വെരിഫൈ വാലിഡ് ലോഗിൻ എന്നാക്കൂ. ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ PYയില് ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ PY എവിടെ? അതെടുക്കൂ. ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ PY എടുക്കൂ കൃഷ്ണകുമാർ. ടെസ്റ്റ് അണ്ടർസ്കോർ വെരിഫൈ വാലിഡ് ലോഗിൻ എന്നാക്കി മാറ്റൂ. ടെസ്റ്റ് അണ്ടർസ്കോർ ഫൈൻ, അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഇനി ടെസ്റ്റ് അണ്ടർസ്കോർ ഹോമില് ഓക്കെ ഫൈൻ, നമ്മുടെ ലോഗിന്റെ കോഡ് വരെ ആസ് ഇറ്റ് ഈസ് കോപ്പി പേസ്റ്റ് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. ഇനി വൺസ് URL ഈസ് വൺസ് സൈൻഡ് ഇൻ അല്ലെങ്കിൽ വൺസ് ലോഗ്ഡ് ഇൻ, ഇനി ഞാൻ ഏത് ഐക്കൺ ക്ലിക്ക് ചെയ്യാനാ പറഞ്ഞത്? ആ URL ഓപ്പൺ ചെയ്യൂ. മാം, ഈ ക്ലാസ് നെയിം കൊടുക്കുമ്പോഴേ നമ്മൾ അണ്ടർസ്കോർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? എവിടെ? ക്ലാസ് നെയിം. ടെസ്റ്റ് അണ്ടർസ്കോർ അതെ. അങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ല, അങ്ങനെ കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ. ഇനി ഞാൻ ഏത് ഐക്കൺ ക്ലിക്ക് ചെയ്യാനാ പറഞ്ഞത്? ഏത് ഐക്കൺ ക്ലിക്ക് ചെയ്യാനാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡിലുള്ള ഐക്കൺ അല്ലേ ആദ്യം ഞാൻ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ അതിന്റെ റിച്ച് പാത്തോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലൊക്കേറ്റർ വെച്ച് ഐഡന്റിഫൈ ചെയ്യൂ. കേൾക്കൂ, ഞാൻ ചെയ്യാൻ പറ്റുള്ള സ്റ്റെപ്സ് കേൾക്കൂ ഫസ്റ്റ്, അതിനുശേഷം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കണിന്റെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ട് ആ ലിങ്കിനെ ആക്സസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ ക്ലിക്ക് സിമുലേറ്റ് ചെയ്യണം. അതിനുശേഷം ലോഗൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കണിന്റെ ക്ലിക്ക് സിമുലേറ്റ് ചെയ്യണം. അതല്ലേ നമുക്ക് ചെയ്യേണ്ടത്? അതെ. അപ്പൊ ആ രണ്ട് സ്റ്റെപ്സ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ക്ലിയർ ആണോ? റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? അതല്ല, ഇതിൽ ഡ്രോപ്പ് ഡൗൺ കണക്ക് കിടക്കുന്നു. ഇതിന്ന് ഏതെടുക്കും എന്നാണ് ഞാൻ ഡൗട്ട്. ഡാറ്റ ടോഗിൾ വെച്ച് എഴുതിക്കോളൂ. എക്സ്പാത്ത് //data toggle equals അങ്ങനെ എഴുതിക്കോളൂ. അത്
ഏത് ലൊക്കേറ്ററാണ് യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഏത് ആട്രിബ്യൂട്ട് യൂസ് ചെയ്താലാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നോക്കി നോക്കൂ ഒന്ന്. ഇതില് ഈ ലോഗിൻ ചെയ്യുന്ന സ്റ്റെപ്സ് നമുക്ക് വാലിഡ് ലോഗിന്റെ ഫംഗ്ഷൻ വിളിച്ച് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, ഒരു ടെസ്റ്റ് ഫംഗ്ഷനെ വേറെ ടെസ്റ്റ് ഫംഗ്ഷനിൽ വിളിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ എഴുതി മറ്റേ അങ്ങനെ എഴുതാൻ പാടില്ല. ഇൻഹെറിറ്റ് ചെയ്ത്. എക്സിക്യൂട്ട് ആവും, പക്ഷെ അത് റൈറ്റ് മെത്തേഡ് അല്ല. അതായത് ഒരു ടെസ്റ്റ് ഫംഗ്ഷനിൽ വേറെ ടെസ്റ്റ് ഫംഗ്ഷൻ വിളിക്കാൻ പാടില്ല. അതെ, ഒരു ടെസ്റ്റ് ഫംഗ്ഷൻ വേറെ ടെസ്റ്റ് ഫംഗ്ഷനുമായിട്ട് ഇന്റർഡിപെൻഡന്റ് ആവാൻ പാടില്ല. മനസ്സിലായടാ? അത് കറക്റ്റ് ചെയ്യണേ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ലൈൻസ് ടു ബി എക്സിക്യൂട്ടഡ് കുറയും, സത്യമാണ്. പക്ഷെ അത് ഒരു പ്രിഫേർഡ് മെത്തേഡ് അല്ല. അതുകൊണ്ട് ഡോട്ട് ക്ലിക്ക് സിമുലേറ്റ് ചെയ്യാം. സെയിം വേ ലോഗ് ഔട്ടിന്റെ ക്ലിക്കും സിമുലേറ്റ് ചെയ്യാം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്താ മിസ്റ്റേക്ക് എന്ന് നോക്കൂ. അവർ എറർ കാണിക്കുന്നുണ്ട്. എന്താ മിസ്റ്റേക്ക് എന്ന് നോക്കൂ. അഡ്മിന്റെ ലൈനിൽ എന്താ മിസ്റ്റേക്ക് ഉള്ളത്? അതിന്റെ മേലെ കൊണ്ട് കഴ്സർ വയ്ക്കൂ, എററിന്റെ മേലെ. അൺഎക്സ്പെക്റ്റഡ് എക്സ്പ്രഷൻ സിന്റാക്സ്. എന്താ മിസ്റ്റേക്ക് എന്ന് നോക്കിയിട്ട് പറയൂ. അലീന ഒന്ന് കറക്റ്റ് ചെയ്തേടാ ഇപ്പൊ. ചെയ്യുക. ആ കോഡിനെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ, അത് പ്രശ്നമില്ല കേട്ടോ. ഈ ഹൈഫൻ എടുക്കോ ഇത്? ഡാറ്റ ഹൈഫൺ ടോപ്പിൽ എന്നല്ല അതിൽ കിടക്കുന്ന ത്രെഡ്. അവിടെ കൊണ്ട് വെച്ചാൽ അവിടെ അതാണ് എറർ നോക്കട്ടെ. ഹൈറ്റ് പാത്ത് കോപ്പി എടുക്കൂ. എച്ച് പാത്തിനെ മാത്രം, എച്ച് പാത്തിനെ കോപ്പി എടുക്കൂ. ഇപ്പൊ എച്ച് പാത്ത് ഏതാണ്? ഏത് എച്ച് പാത്ത് ഏതാണ് കൃഷ്ണകുമാർ? ആ, കോപ്പി എടുക്കൂ. എന്നിട്ട് നമ്മുടെ ഇപ്പൊ ഹോം പേജിന്റെ URL ഓപ്പൺ ചെയ്തിട്ടില്ലേ, അവിടെ കൺട്രോൾ F അടിച്ച് പ്ലേസ് ചെയ്ത് നോക്കൂ എന്താ സംഭവിക്കുന്നതെന്ന്. വൺ ഓഫ് വൺ കിട്ടുന്നുണ്ട്. അപ്പൊ അതല്ല ഇഷ്യൂ. Unexpected.
ആ ടൈം ഡോട്ട് സ്ലീപ്പിന് മുന്നേ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് കിടക്കുന്നു. എവിടെയാടാ? അഡ്മിന് മുന്നേ ഉള്ള ടൈം ഡോട്ട് നമ്പർ സ്ലീപ്പ് 23. 23. നമ്പർ 23 എന്തിനാ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യടാ? അഡ്മിൻ ഡോട്ട് ക്ലിക്ക്. അടുത്ത ലോഗൗട്ട് എക്സിക്യൂട്ട് ചെയ്യൂ. വേണമെങ്കിൽ ഐക്ക് എഴുതിക്കോളൂ. ഐ ടാഗ് എഴുതുമ്പോൾ കുറച്ചുകൂടി ഈസി ആയി കിട്ടും. ക്ലാസ് വെച്ച് എഴുതിക്കോടാ. എവിടെ ഫെയിൽ ആയത്? ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്യും. അവിടെ ഒരു എക്സ്ട്രാ ബ്രാക്കറ്റ് കിടക്കുന്നുണ്ടോ? ആയി നോക്കട്ടെ. ബ്രാക്കറ്റ് സൈഡിലേക്ക് പോയിക്കേ. ഡബിൾ കോട്ട്സ് ആയ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കട്ടെ. സൈഡിലേക്ക് പോയിക്കേ. അതെന്തിനാ? അതല്ല, അത് യൂസ് അത് പോണം. കറക്റ്റ്. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ഇനി അടുത്ത ടെസ്റ്റ് കേസ്. ഒരു വട്ടം കൂടെ നമ്മുടെ URL ആക്സസ് ചെയ്യൂ. URL ആക്സസ് ലോഗൗട്ട് ചെയ്തോളൂ. ഒരു URL ഒന്ന് ഓപ്പൺ ചെയ്യൂ. ലോഗൗട്ട് ചെയ്യൂ. ആ ടാബ് ക്ലോസ് ചെയ്യണം. ക്രോം വെച്ച് ആക്സസ് ചെയ്യണ്ട. ജസ്റ്റ് URL ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അത് എക്സിക്യൂട്ട് ആയിക്കോട്ടെ. ക്ലോസ് ചെയ്തോളൂ എന്നിട്ട് സ്ക്രീന്. എന്നിട്ട് എനിക്ക് ജസ്റ്റ് മാനുവൽ ആയിട്ട് URL ഒന്ന് ഓപ്പൺ ചെയ്യൂ. ഇത് ക്ലോസ് ചെയ്യൂ. ഈ ടാബ് ക്ലോസ് ചെയ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ പുതിയൊരു ടാബ് എടുക്കൂ. യെസ്, ഒന്ന് എക്സ്പാൻഡ് ചെയ്യൂ.
ഇനി എനിക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പറയുന്ന റിപ്ലിക്കേഷൻ സ്റ്റെപ്സ് ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം പറയാം. നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് ലോഗിൻ ടു ദ URL വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസ്. അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള വാലിഡ് ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. വൺസ് ലോഗ്ഡ് ഇൻ, നോട്ട് ചെയ്തോളൂ ഒന്ന്, ലോഗിൻ ടു ദ അഡ്മിൻ യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. വൺസ് ലോഗ്ഡ് ഇൻ, അതിൻ്റെ അകത്ത് അതിൽ ന്യൂസ് എന്ന് മാനേജ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈൽ ഉണ്ട്. ക്ലിക്ക് ഓൺ ദ മാനേജ് ന്യൂസ് ടൈൽ. മാനേജ് ന്യൂസ് ടൈൽ ക്ലിക്ക് ചെയ്തോളൂ. ഇതില് ഹോം എന്ന് പറഞ്ഞ ഐക്കൺ ഹോം എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഞാൻ എടുത്തുതരാം. ഓക്കെ, മാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? മാനേജ് ന്യൂസ് കഴിഞ്ഞിട്ട് എന്താടാ മാനേജ് ന്യൂസ് ടൈല്, പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാനേജ് ന്യൂസ് ടൈൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ട്, ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ആണോടാ? ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. കിട്ടിയായിരുന്നോടാ? മാനേജ് ന്യൂസ് എന്നിട്ട് ഹോമിൽ ക്ലിക്ക് ചെയ്യാം അല്ലേ? ഹോമിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനി സെക്കൻഡ് ടെസ്റ്റ് കേസ് അഗൈൻ മാനേജ് ന്യൂസിന്റെ ടൈല് ക്ലിക്ക് ചെയ്യുന്നത് വരെ സെയിം സ്റ്റെപ്പ്. സെക്കൻഡ് ടെസ്റ്റ് കേസ് ആണ്. സെക്കൻഡ് ടെസ്റ്റ് കേസ് ടെസ്റ്റ് 2 എന്ന് പറഞ്ഞു കൊടുത്തോളൂടാ. മാനേജ് ന്യൂസ് ടൈല് ക്ലിക്ക് ചെയ്യുന്നത് വരെ സെയിം, ഡിഫറൻസ് ഇല്ല. മാനേജ് ന്യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതില് ന്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ന്യൂ. ക്ലിക്ക് മോർ ഇൻഫോ വേണ്ട, മോർ ഇൻഫോ ഇല്ല. ക്ലിക്ക് ന്യൂ. ന്യൂ ക്ലിക്ക് ചെയ്ത് എവിടെ? ഒരു റാൻഡം ന്യൂസ് എൻ്റർ ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. സേവ്. ഓക്കെ, ഈ രണ്ട് ടെസ്റ്റ് കേസ് നാളേക്ക് നിങ്ങൾ എഴുതി വരേണ്ടതാണ്. ഓക്കേടാ? മാം ഈ ഫസ്റ്റ് കേസിലെ ക്ലിക്ക് ഓൺ മോർ ഇൻഫോ അതുണ്ടോ? ക്ലിക്ക് മോർ ഇൻഫോ ഇല്ല. ക്ലിക്ക് മോർ ഇൻഫോ റിമൂവ് ചെയ്യടാ. ഇതിൻ്റെ അകത്തുനിന്ന് ഓൾറെഡി മാനേജ് ന്യൂസ് ക്ലിക്ക് ചെയ്യുന്നില്ലേ? റിമൂവ് ചെയ്തു. നോട്ടല്ലേ ഡയറക്ട്ലി റിമൂവ് ചെയ്തൂടെ? എന്തിനാ വെറുതെ കമന്റ് ഒക്കെ കൊടുക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് നാളേക്കുള്ള വർക്കാണ്. ഓക്കെ, എൻ്റെ നെറ്റ്വർക്ക് അത്യാവശ്യം നല്ല മോശമാണ്.
എനിക്ക് നിങ്ങളുടെ സ്ക്രീനൊക്കെ അത്യാവശ്യം തെറ്റില്ലാതെ ബ്ലറി ആയിട്ടാണ് വരുന്നത്. എനിക്ക് ഒട്ടും തന്നെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നാളേക്ക് ഈ ടെസ്റ്റ് കേസസ് എന്ത് ചെയ്യാ, എഴുതി വരിക. ഓക്കെ, മാം പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണ്ടേ? ആ പുതിയ ഫയലിലാണ് എഴുതേണ്ടത്. test_news എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിൽ എഴുതുക കേട്ടോ. ക്ലിയർ ആണോടാ? ഓരോ ടെസ്റ്റ് കേസിനും ഓരോ ഫംഗ്ഷൻ അല്ല, test_news എന്ന് പറഞ്ഞ ഒറ്റ ഫയലിൽ 2 ടെസ്റ്റ് കേസ്. ബിക്കോസ് രണ്ടും ന്യൂസ് പേജുമായി ബന്ധപ്പെട്ടതല്ലേ. ഒറ്റ ഫംഗ്ഷൻ മതിയില്ലേ? അപ്പൊ രണ്ട് സെപ്പറേറ്റ് ഫങ്ഷൻസ് ഇൻ സിംഗിൾ ഓക്കെ ഫയൽ. ഓക്കെ 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 മനസ്സിലായടാ? മനസ്സിലായി. ശ്രദ്ധിക്കുക, ഒരു ഫംഗ്ഷനെ ഒരു ടെസ്റ്റ് ഫംഗ്ഷനെ വേറെ ടെസ്റ്റ് ഫംഗ്ഷൻ്റെ അകത്ത് വിളിക്കാൻ പാടില്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് നാളേക്ക് ചെയ്തിട്ട് വരണേ. കൃഷ്ണകുമാർ അഡീഷണൽ ടാസ്ക് ഉണ്ട് കേട്ടോ, അതും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ. ഞാനപ്പോ